സ്നേഹമുള്ള ചുഴലി ദേശത്ത് അധിവസിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഞങ്ങളോട് നിങ്ങൾ സുവിശേഷ ശുശ്രൂഷയോട് നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ തുറന്ന ഹൃദയത്തെയും ഞങ്ങൾക്ക് തരുന്ന എല്ലാ പ്രോത്സാഹനങ്ങളെയും നന്ദിയോടെ ഞങ്ങൾ സ്മരിക്കുകയാണ്. ഈ ശുശ്രൂഷയുടെ സമാപന സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയും ചിന്തകളും ഭാവനയും എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും വാഹനങ്ങൾ നിയന്ത്രിക്കുന്നവരെയും വിവിധ ആവശ്യങ്ങൾക്കായി അങ്ങാടിയിൽ വന്നിരിക്കുന്നവരെയും എല്ലാം നിങ്ങളുടെ ചിന്തകളെല്ലാം ഈ മൈക്ക് പോയിന്റിലേക്ക് ഞങ്ങൾ കുറച്ച് സമയം കൂടെ ക്ഷണിക്കുകയാണ്. ഈ അങ്ങാടിയിൽ ഇതിനു മുൻപ് പലതരത്തിലുള്ള പ്രസംഗങ്ങൾ, പ്രഭാഷണങ്ങൾ നടന്നിട്ടുണ്ട്. അത് രാഷ്ട്രീയമോ സാമൂഹികമോ സംഘടനാപരമായ പ്രഭാഷണങ്ങൾ. എന്നാൽ ഈ സായാഹ്നം അതിൽ നിന്നെല്ലാം വളരെ വ്യത്യാസമാണ്. ഈ സായാഹ്നം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്ന സായാഹ്നമാണ്. ഈ സായാഹ്നം നമ്മുടെ ജീവിതങ്ങളുടെ ഗതിയെ മാറ്റിമറിക്കുന്ന സായാഹ്നമാണ്. ഈ സായാഹ്നത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സ്പർശിച്ച് സൗഖ്യവും വിടുതലും സമാധാനവും തരുന്ന സായാഹ്നമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങളെല്ലാം തന്നെ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. സ്നേഹമുള്ളവരെ, യേശു ഈ 2024 വർഷങ്ങൾക്ക് മുൻപ് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഒരു കൽപ്പന കൊടുത്തിരുന്നു. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. യേശുവിൻ്റെ വത്സര ശിഷ്യർക്ക് കൊടുത്ത ആ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടാണ് ഈ സായാഹ്നത്തിൽ ഞങ്ങൾ നിങ്ങളുമായി യേശുവിനെ കുറിച്ച് സംസാരിക്കുന്നത്, യേശുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, എവിടെയെല്ലാം സുവിശേഷം കടന്നു ചെന്നിട്ടുണ്ടോ, എവിടെയെല്ലാം യേശുവിൻ്റെ പ്രബോധനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയും അവ ജീവിതത്തിൽ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടോ, ആ കേട്ട വ്യക്തികളിലും ആ രാജ്യങ്ങളിലും വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് ലോകത്തിലെ അതിസമ്പന്നമായ രാജ്യങ്ങൾ വളരെ അപരിഷ്കൃതരും വിദ്യാവിഹീനരും താഴ്ന്ന ജീവിത നിലവാരമുള്ളവരായിരുന്നു. ചില സ്ഥലങ്ങളിൽ നരഭോജികളെ പോലുള്ള മനുഷ്യന്മാരും ഉണ്ടായിരുന്നു. എന്നാൽ യേശുവിൻ്റെ സുവിശേഷവുമായി മിഷണറിമാർ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ആ ദേശത്തെല്ലാം വലിയ സാമ്പത്തികമായും മാനസികമായും സാമൂഹികമായും വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു. ഇന്ന് ലോകത്തിന്റെ ചിന്താഗതികളെ സ്വാധീനിക്കാൻ തക്ക വിധമുള്ള ഭൗതികവും ആത്മീയവുമായ ഉയർച്ച ആ ദേശങ്ങളെല്ലാം സംഭവിച്ചു. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ സുവിശേഷം, സ്നേഹത്തിൻ്റെ സുവിശേഷം, സഹനത്തിൻ്റെ സുവിശേഷം, ക്ഷമയുടെ സുവിശേഷം, ചെറുതാകലിന്റെ സുവിശേഷം, വിട്ടുകൊടുക്കലിന്റെ സുവിശേഷം ആര് ഹൃദയങ്ങളിൽ ഏറ്റെടുക്കുന്നുവോ, ഏത് രാജ്യങ്ങൾ അത് ഏറ്റെടുക്കുന്നുവോ, അവിടെ വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരതത്തിന്റെ ആത്മീയ ആചാര്യനായിരുന്ന സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, യൂറോപ്പിലെ മിഷണറിമാരോട് ഭാരതത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു, മിഷണറിമാരെ നിങ്ങൾ ഭാരതത്തിലേക്ക് വരിക, യേശുവിന്റെ സുവിശേഷം ഭാരതത്തിന് കൊടുക്കുക, ഭാരതത്തിന്റെ ഇരുട്ട് മാറട്ടെ, അന്ധകാരം മാറട്ടെ, അനാചാരങ്ങൾ മാറട്ടെ. സ്നേഹമുള്ളവരെ, യേശുവിന്റെ സുവിശേഷം ത്തെക്കുറിച്ച് പഠിക്കാത്തതും മനസ്സിലാക്കാത്തതും ആഴത്തിൽ അതിനെക്കുറിച്ച് ധ്യാനിക്കാത്തതുമാണ് നമ്മുടെ പ്രശ്നം, പ്രതിസന്ധിക്ക് കാരണം.
ഏതെല്ലാം വ്യക്തികളും സമൂഹങ്ങളും യേശുവിനെ മനസ്സിലാക്കുവാനും യേശുവാകുന്ന സത്യത്തെ തിരിച്ചറിയുവാനുമുള്ള അന്വേഷണം ആരംഭിക്കുന്നുവോ അതോടുകൂടെ അവന്റെ ജീവിതവും മാറുകയാണ്. ഈ ഒരു സായാഹ്നം നിങ്ങൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ഈ ഒരു അന്വേഷണാത്മകതയ്ക്ക് തുടക്കം കുറിക്കുവാനായിട്ടാണ്. ഈ ഒരു അന്വേഷണത്തിൽ യേശുവിന്റെ വചനങ്ങൾ, യേശുവിന്റെ പ്രബോധനങ്ങൾ, യേശു മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രം നമ്മൾ ശ്രദ്ധയോടെ പഠിക്കേണ്ടതായിട്ടുണ്ട്, ശ്രദ്ധയോടെ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും നിങ്ങളുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്താണ് പ്രയോജനം? ഈ ലോകത്തിലുള്ള എല്ലാ സമ്പത്തിന്റെ ഉടമ ഞാൻ ആയിക്കൊള്ളട്ടെ, വലിയ ജോലി എനിക്കുണ്ടായിക്കൊള്ളട്ടെ, ഇരുന്നില വീടുണ്ടായിക്കൊള്ളട്ടെ, എന്നാലും നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് നഷ്ടപ്പെട്ടാൽ ഈ ലോക ജീവിതം നിരർത്ഥകമായി തീരുന്നു എന്നാണ് യേശുവിന്റെ പ്രബോധനം. അതുകൊണ്ട് നമ്മൾ ഈ ലോക കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിലുപരി നമ്മുടെ ആത്മാവിനെ കുറിച്ചും ആത്മാവിന്റെ മേഖലകളെ കുറിച്ചും പഠിക്കേണ്ടതായിട്ടുണ്ട്, ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താണ് സത്യം? സ്നേഹമുള്ളവരെ, യേശുവും യേശുവിന്റെ സുവിശേഷവുമാണ് സത്യം. ആരെല്ലാം ഈ സത്യം തിരിച്ചറിയുന്നുവോ, ആരെല്ലാം ഈ സത്യത്തെ കുറിച്ച് അന്വേഷിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് യേശു കടന്നു വരും. ആ തിരിച്ചറിവ് അവരെ സ്വതന്ത്രരാക്കും. അവരുടെ കെട്ടുകൾ യേശു അഴിക്കും. അവരുടെ പ്രതിസന്ധികളുടെ മേൽ യേശു ഇടപെടും. യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. വഴി ഞാൻ മാത്രമാണ്, സത്യം ഞാൻ മാത്രമാണ്, ജീവൻ ഞാൻ മാത്രമാണ്. എന്താണ് യേശു മുൻപോട്ട് വെക്കുന്ന മാർഗം? പിതാവിലേക്കുള്ള വഴി യേശുവാണ്. യേശുവിന്റെ സുവിശേഷമാണ് സത്യം. അത് യേശുവാണ്, യേശുവിന്റെ പ്രബോധനമാണ്, യേശു പഠിപ്പിച്ച സുവിശേഷമാണ് സത്യം. ജീവൻ, ഉണർവ്, ശക്തി, അഭിഷേകം അത് യേശുവാണ്. യേശുവിന്റെ വചനങ്ങളിലൂടെയാണ് പുതുജീവൻ നമുക്ക് ലഭിക്കുന്നത്, പുതിയ ശക്തി ലഭിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഇങ്ങനെ യേശു പഠിപ്പിച്ച പ്രബോധനങ്ങളും വചനങ്ങളും നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കോറിയിടും. ഇങ്ങനെ ലോക ജീവിതത്തെ മാറ്റിമറിച്ച യേശു ആരാണ്? എങ്ങനെയാണ് യേശു ജീവിതങ്ങളിൽ ഇടപെടുന്നത്? എങ്ങനെയാണ് യേശു മനുഷ്യ ജീവനെ തൊടുന്നത്, സ്പർശിക്കുന്നത്? അത് നീണ്ട അന്വേഷണം ആരംഭിക്കണം നമ്മൾ. യേശു പറഞ്ഞു, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, ചോദിക്കുക, യേശുവിനോട് ചോദിക്കുക. ഓ കർത്താവായ യേശുവേ, ഇന്നും ജീവിക്കുന്ന ദൈവമേ, ഈ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും എന്താണ് അങ്ങയെ വ്യത്യസ്തനാക്കുന്നത്? എന്താണ് മറ്റുള്ള പ്രബോധനങ്ങളിൽ നിന്ന് അങ്ങയുടെ പ്രബോധനത്തിന്റെ വ്യത്യാസം എന്താണ്? എന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ അങ്ങേക്ക് എങ്ങനെ ഇടപെടാൻ സാധിക്കും? അങ്ങ് എങ്ങനെയാണ് അതിൽ വ്യത്യാസം വരുത്തുന്നത്? എന്നെ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ, സ്നേഹമുള്ളവർ, യേശുവിനെ അന്വേഷിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടുണ്ട്. നമുക്കുള്ള മറ്റെല്ലാ മുൻവിധികളും, യേശുവിനെ കുറിച്ചും സുവിശേഷത്തെ കുറിച്ചുമുള്ള എല്ലാ മുൻവിധികളും നമ്മൾ മാറ്റിവെക്കണം. യേശു ഏതെങ്കിലും പ്രത്യേക മതവിഭാഗത്തിന്റെ ആളാണെന്നും, യേശു ഒരു മിത്താണെന്നും, യേശു ഒരു സാങ്കല്പിക കഥാപാത്രമാണെന്നും, യേശു നസ്രത്തിൽ ജീവിച്ചു മരിച്ചു കടന്നുപോയ ഒരാളാണെന്നും, അവനൊരു വിപ്ലവകാരിയാണെന്നും, അങ്ങനെയുള്ള അനേക മുൻവിധി ചിന്താഗതികൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് ഒരു ശിശുവിന്റെ മനോഭാവം സ്വീകരിച്ച് യേശു ആരാണെന്ന് പഠിക്കുവാൻ ആരംഭിക്കുമ്പോൾ യേശുവുമായ ഒരു വ്യക്തിബന്ധം നമ്മളിൽ രൂപപ്പെടാൻ ആരംഭിക്കും. ആ വ്യക്തിബന്ധം
ആത്മാവിലുള്ള യേശുവുമായിട്ടുള്ള ഐക്യമായിട്ടത് രൂപാന്തരപ്പെടും. ആ ആത്മാവിലുള്ള ഐക്യം നമ്മളിലേക്ക് വലിയ ആനന്ദവും സന്തോഷവും കൊണ്ടുതരും. അത് യേശുവിനെ കുറിച്ച് പഠിക്കുവാനും അവന്റെ വചനം വായിക്കുവാനും നമ്മളെ ആകർഷിക്കും. അന്നോളം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും സങ്കീർണതകളും യേശുവിന്റെ വരവോടുകൂടി നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് അവിടുന്ന് എടുത്തു മാറ്റി ഒരു രക്ഷയുടെ അനുഭവം നമ്മൾക്ക് തരും. ഈ സായാഹ്നത്തിൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് യേശുവിനെ കുറിച്ചുള്ള എല്ലാ മുൻവിധികളും അവിടുത്തെ സുവിശേഷത്തെ കുറിച്ചുള്ള എല്ലാ മുൻവിധികളും മാറ്റിവെച്ച് ഒരു നിഷ്കളങ്ക ഭാവത്തോടുകൂടെ യേശുവിനെ കുറിച്ച് പഠിക്കുവാനും അന്വേഷിക്കുവാനും ആരംഭിക്കുക. ചില സമയങ്ങളിൽ നമ്മുടെ അനുവാദം പോലും ഇല്ലാതെ യേശു കടന്നു വരുന്ന ഒരുപിടി ഉദാഹരണങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ പ്രത്യേകമായ പ്രശ്നങ്ങളില്ലായിരിക്കാം. എന്നാൽ എന്നെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു സങ്കീർണമായ പ്രശ്നം, ഒരു മാറാത്ത രോഗം, ഒരു കുടുംബത്തിൽ ഒരു പ്രതിസന്ധി, ഒരു കടക്കണി, അങ്ങനെ ജീവിതത്തിൽ എല്ലാം പിടിവിട്ടു എന്ന് തോന്നുന്ന ഒരു നിമിഷം നിങ്ങളും ഓർക്കണം, ഈ 40 ദിവസത്തെ സായാഹ്നത്തിൽ ചില സഹോദരന്മാർ യേശുവിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ആ സമയം ഒരുപക്ഷെ നിങ്ങൾ മെഡിക്കൽ കോളേജില് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സമയമായിരിക്കാം. ചിലപ്പോൾ സാമൂഹ്യമായി ഒറ്റപ്പെട്ട സമയമായിരിക്കാം. ചിലപ്പോൾ സാമ്പത്തികമായി തകർന്ന സമയമായിരിക്കാം. ചിലപ്പോൾ കുടുംബ ബന്ധത്തിലുണ്ടായ ഏതെങ്കിലും തകർച്ചയായിരിക്കാം. ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മെ തള്ളിക്കളഞ്ഞു. ഈ ലോകത്തിൽ ആരും എന്നെ സ്നേഹിക്കുന്നില്ല, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ആഴപ്പെട്ട ചിന്ത കടന്നു വന്ന്, വലിയ ജീവിതത്തിൽ വലിയ നിസ്സംഗത കടന്നു വന്ന്, ജീവിതത്തെ കുറിച്ച് തന്നെ വെറുപ്പ് കടന്നു വന്ന്, എന്തിനാണ് ഇനി മുന്നോട്ട് പോകുന്നത് ചിന്തിക്കുന്ന ഏതെങ്കിലും നിമിഷങ്ങളോ മുഹൂർത്തങ്ങളോ ഞങ്ങളെ കേൾക്കുന്ന ആരിലെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ യേശുവിനെ പ്രാർത്ഥിച്ചാൽ യേശു നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് അത്ഭുതകരമായി ഇടപെട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി എടുത്തു മാറ്റി നിങ്ങളുടെ ജീവിതങ്ങളുടെ സന്തോഷത്തിന്റെ തുരുത്തിലേക്ക് അവിടുന്ന് എത്തിക്കുക തന്നെ ചെയ്യും. ഇത് ഞങ്ങളുടെ മാത്രം അനുഭവമല്ല, ഈ ലോക ജനസംഖ്യയില് ലക്ഷോപലക്ഷം ജനങ്ങളുടെ, കോടിക്കണക്കിന് ജനങ്ങളുടെ ആത്മീയ അനുഭവമാണിത്. സ്നേഹമുള്ളവരെ, യേശു എങ്ങനെയാണ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക? നിങ്ങൾക്കറിയാമോ? യേശുവിന്റെ ജീവിതത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം. അവിടുന്ന് ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. അവിടുന്ന് സുവിശേഷം പറഞ്ഞത് ഈ ലോകത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടാണ്. അവിടുത്തെ ശിഷ്യന്മാർ ഈ ലോകത്തിൽ ആരും ശ്രദ്ധിക്കാതെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ തള്ളപ്പെട്ടവരായിരുന്നു. ഈ ലോകം ഉപേക്ഷിക്കുന്നവരെയാണ് യേശു തേടി വരുന്നത്. അതാണ് യേശുവിന്റെ മാത്രം പ്രത്യേകത. യേശുവിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ കടന്നു പോകുന്ന സകല ദുഃഖ ദുരിതങ്ങളിലൂടെയും യേശു കടന്നു പോയിട്ടുണ്ട്. ആ യേശുവിന്റെ ജനനം മുതൽ അവിടുത്തെ കാൽവരി മല വരെയുള്ള കുരിശ് യാത്ര, കാൽവരിയിലെ അവിടുത്തെ അവസാന മണിക്കൂർ വരെ നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്തിലെ ഒരാൾക്ക് പോലും പറയാൻ സാധിക്കില്ല ഞാൻ യേശുവിനേക്കാൾ ദരിദ്രനാണെന്ന്. ഞാൻ പറഞ്ഞു, അവിടുന്ന് പിറന്നത് കാലിത്തൊഴുത്തിൽ. ഈ ലോകത്തിൽ ആരും പിറക്കാൻ ആഗ്രഹിക്കാത്ത സ്ഥലത്താണ് യേശു പിറന്നത്. കാലിത്തൊഴുത്തിൽ യേശു പിറന്നതോടുകൂടെ അന്നോളമുള്ള എല്ലാ മതചിന്തകൾക്കും ഒരു മാറ്റം വന്നു. അന്നോളമുള്ള മതചിന്തകളിൽ പ്രതാപികളായി സിംഹാസനാരൂഢരായി കൊട്ടാരങ്ങളിൽ വന്ന് പിറക്കുന്ന ദൈവത്തെയാണ് കണ്ടത്. എന്നാൽ ഇതാ ഒരു ദൈവം ഇവിടെ കാലിത്തൊഴുത്തിൽ ജനനമെടുക്കുന്നു. എന്തിനു വേണ്ടിയാണ് യേശുവിന്റെ ജനനം കാലിത്തൊഴുത്തിലായത്? പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിക്കുന്നു. ഈ ലോകത്തുള്ള എല്ലാ ദരിദ്രരെ സ്നേഹിക്കുന്നു. ഈ ലോകത്തുള്ള സകല ദാരിദ്ര്യം അനുഭവിക്കുന്ന, ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരെയും മനസ്സിലാക്കുവാനും ചേർത്ത് പിടിക്കുവാനുമാണ് യേശു കാലിത്തൊഴുത്തിൽ ജന്മമെടുത്തത്. സ്നേഹമുള്ളവരെ,
ഏത് ദുഃഖവും എടുത്തുകൊള്ളുക. യേശു അതിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഗർഭപാത്രത്തിലെ സംശയിക്കപ്പെട്ട കുഞ്ഞാണ് യേശു. തെറ്റിദ്ധരിക്കുന്നവന്റെ ദുഃഖം യേശുവിനറിയാം. ഒറ്റിക്കൊടുക്കപ്പെട്ടവനാണ് യേശു. ഒറ്റിക്കൊടുക്കപ്പെടുന്നവന്റെ ദുഃഖം യേശുവിനറിയാം. സ്വന്തമായി ഉദാഹരിക്കാൻ പോലും ഒരു നാണയം യേശുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായി ഭാരപ്പെടുന്നവന്റെ ദുഃഖം യേശുവിനറിയാം. ആർക്കാണ് എല്ലാവരെയും ആരെയാണ് മനസ്സിലാക്കുക? ഈ ലോക ജീവിതത്തിന്റെ ദുഃഖത്തിന്റെ തീവ്രമായ തീപ്പൊയ്കളുടെ കടന്നുപോയവർക്കാണ് എന്റെയും നിങ്ങളുടെയും ദുഃഖം മനസ്സിലാക്കുവാനും അവരെ ചേർത്ത് പിടിക്കുവാനും സാധിക്കുക. ഞാൻ അനുഭവിക്കുന്ന ദുഃഖം, പ്രതിസന്ധി അതേതുമായിക്കൊള്ളട്ടെ, യേശു അതിലൂടെ എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട്. യേശുവിനെ അന്നത്തെ സമൂഹം വിളിച്ച പേര് ഭ്രാന്തൻ എന്നാണ്. ഭ്രാന്ത് കൽപ്പിച്ച് ഈ സമൂഹത്തെ മാറ്റി നിൽക്കപ്പെടുന്നവന്റെ ദുഃഖം യേശുവിനറിയാം. കാൽവരി കുരിശിൽ അവിടുന്നൊക്കെ ലഭിച്ചത് മീറ കലർത്തിയ വീഞ്ഞാണ്. ഈ ലോക ജീവിതത്തില് എല്ലാവരും ഉപേക്ഷിക്കപ്പെടുന്നവന്റെ ദുഃഖം യേശുവിനറിയാം. സ്നേഹമുള്ളവരെ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് ദുഃഖവും എടുത്തുകൊള്ളുക. അതിന്റെ അതിതീവ്ര ഭാവങ്ങളിലൂടെ യേശു കടന്നുപോയിട്ടുണ്ട്. അതാണ് അവന്റെ മുറിവിനാൽ നാം സൗഖ്യം പ്രാപിച്ചു എന്ന് പറയുന്നത്. നമ്മുടെ വിഷമങ്ങളെ, ഭാരങ്ങളെ, സങ്കടങ്ങളെ യേശുവിന്റെ കുരിശോടുകൂടെ ചേർത്ത് വെച്ചാൽ ആ സമയം തന്നെ യേശുവിന്റെ കുരിശ്, ആ ധ്യാനം നമ്മളെ സുഖപ്പെടുത്തും. യേശുവിനേക്കാൾ കൂടുതൽ നമ്മൾ പീഡ സഹിച്ചിട്ടില്ല. യേശുവിനേക്കാൾ കൂടുതൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല. യേശുവിനേക്കാൾ കൂടുതൽ നമ്മൾ ഒറ്റപ്പെട്ടിട്ടില്ല. യേശുവിനേക്കാൾ കൂടുതൽ നമ്മൾ അപമാനിതരായിട്ടില്ല. അവിടെയാണ് യേശുവിന്റെ കുരിശിനെ കുറിച്ചുള്ള ധ്യാനമാണ്, യേശുവിന്റെ ജീവിതത്തെ കുറിച്ചുള്ള ധ്യാനമാണ് നമ്മുടെ ചിന്താരീതികളെ മാറ്റിമറിക്കുക. അങ്ങനെയെങ്കിൽ ഈ യേശു ആരാണെന്ന ചോദ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇപ്പോൾ എടുത്തിടുന്നുണ്ട്. സ്നേഹമുള്ളവരെ, യേശു ചരിത്രത്തിലേക്ക് കടന്നു വന്ന ചരിത്ര പുരുഷനാണ്. ആരുടെയെങ്കിലും തൂലിക ഇതൾ വിരിഞ്ഞ ഭാവന സൃഷ്ടിയല്ല യേശു. യേശുവിന്റെ ചരിത്രം അത് പുരാവസ്തു ഗവേഷകരുടെ അന്വേഷണത്തിന്റെ ഫലമായി യേശു പിറന്ന മണ്ണും അവൻ സുവിശേഷം പറഞ്ഞ നാടും അവനെ കുരിശിൽ തറച്ച കുരിശും അവനെ അടക്കിയ കല്ലറയും ഇന്നും നമുക്ക് പോയി കാണുവാനും അത് സാക്ഷ്യപ്പെടുത്തുവാനും സാധിക്കും. അതുകൊണ്ടാണ് യേശു ചരിത്ര പുരുഷനാണെന്ന് പറയുന്നത്. എന്നാൽ യേശുവിന്റെ മറ്റൊരു പ്രത്യേകത, യേശു ചരിത്രാതീത പുരുഷനാണ്. യേശു പിറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പ്രവചനങ്ങളാണ് യേശുവിനെ കുറിച്ച് യേശു പിറക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകന്മാരിലൂടെ ലിഖിത രൂപത്തിൽ ഈ ലോകത്ത് വെളിപ്പെട്ടത്. ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ചരിത്രം ആരംഭിക്കുന്നത് അവരുടെ ജനനത്തോടു കൂടിയാണ്. യേശുവിന്റെ ചരിത്രം ആരംഭിക്കുന്നത് യേശു ജനിക്കുന്നതിന് മുൻപ് തന്നെ യേശുവിന്റെ ചരിത്രം ആരംഭിച്ചു. സ്നേഹമുള്ളവരെ, ഞാൻ പറയൂ, യേശു ചരിത്ര പുരുഷനാണ്. യേശുവിന്റെ വരവോടുകൂടിയാണ് ഈ ലോകം AD എന്നും BC എന്നും തിരിയുന്നത്. ഇതുപോലെ ഒരു ചരിത്രം യേശുവിനെ ആര് തിരിച്ചറിയുന്നുവോ, യേശുവിന്റെ സ്നേഹം തിരിച്ചറിയുന്നുവോ, അവരുടെ ചരിത്രവും മാറുകയായി. യേശുവിനെ തിരിച്ചറിയുന്നതിന് മുൻപും യേശുവിനെ തിരിച്ചറിയുന്നതിന് ശേഷം എന്ന രീതിയിൽ അവരുടെ ജീവിതങ്ങളും മാറ്റിമറിയുകയാണ്. സ്നേഹമുള്ളവരെ, യേശു ഈ ലോകത്തിലെ ആത്മീയ ആചാര്യന്മാരിൽ യഥാർത്ഥമായ ഗുരു യേശുവാണ്. ഈ ലോകത്തിലേക്ക് എത്രയോ ആത്മീയ ആചാര്യന്മാർ കടന്നു വന്നു. എന്നാൽ ആ ആത്മീയ ആചാര്യന്മാരിൽ നിന്ന് ഈ ലോകത്തിലേക്ക് കടന്നു വന്ന ആത്മീയ ഗുരുക്കന്മാരിൽ നിന്ന്
എന്താണ് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത്? ഈ ലോകത്തെ സ്നേഹം പഠിപ്പിച്ച ഗുരു യേശുവാണ്. ഈ ലോകത്തെ സ്നേഹം പഠിപ്പിച്ച, ക്ഷമ പഠിപ്പിച്ച, ത്യാഗം പഠിപ്പിച്ച, സഹനം പഠിപ്പിച്ച ഗുരു യേശുവാണ്. യേശു മാത്രമാണ് ഈ ലോകത്തോട് നിങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞത്. യേശു മാത്രമാണ് സഹോദരരെ സ്നേഹിക്കണം എന്ന് പറഞ്ഞത്. യേശു പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഈ ലോകത്തെ സഹനം പഠിപ്പിച്ചത്, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കുവാൻ യേശു മാത്രമാണ് പറഞ്ഞത്. മോഹന വാഗ്ദാനങ്ങൾ നൽകുന്നവനല്ല യേശു. സ്നേഹമുള്ളവരെ, ഇത് ശ്രദ്ധിക്കണമേ. ഈ ലോകത്തെ ആത്മീയ ഗുരുക്കന്മാരിൽ അതിശ്രേഷ്ഠൻ യേശുവാണ്. യേശു ഈ ലോകത്തെ സത്യം പഠിപ്പിച്ചു, സ്നേഹം പഠിപ്പിച്ചു, ക്ഷമ പഠിപ്പിച്ചു. നമ്മുടെ ജീവിതം സാഫല്യമാകുന്നത് ഒരു യഥാർത്ഥ ഗുരുവിനെ കണ്ടെത്തുന്നതിനോടുകൂടിയാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമായി മാറുന്നത്. ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങൾക്ക് ഒരു പുതിയ അർത്ഥം ലഭിക്കണമെങ്കിൽ യേശുവാകുന്ന ഗുരുവിലേക്ക് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ ഗുരുവിന്റെ പാഠങ്ങൾ പഠിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആ അന്വേഷണവും ആ പഠനവും നിങ്ങളുടെ ജീവിതത്തിന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ച് ഒരു ആനന്ദത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ യേശു തരുമെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. സഹോദരരെ, യേശു രാജാവാണ്. യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെ അധിപനായി കഴിയുവാനല്ല. യേശു ആത്മാവിന്റെ സാമ്രാജ്യത്തിലെ രാജാവാണ്. ആരാണോ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, ആത്മാവിന്റെ മോക്ഷത്തെ കുറിച്ച് ചിന്തിക്കുന്ന, നമ്മുടെ ശരീരത്തിന് നമുക്ക് 3 അവസ്ഥകളുണ്ട്. നമുക്ക് ശരീരമുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു മനസ്സുണ്ട്, അതിൻ്റെ ഉള്ളിലൊരു ആത്മാവുണ്ട്. യേശുവിന്റെ വചനങ്ങളും പ്രബോധനങ്ങളും സ്വാധീനിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. ആത്മാവിന്റെ സാമ്രാജ്യത്തിലെ രാജാവാണ് യേശു. ആരാണോ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, മോക്ഷത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, ആത്മീയമായ വിടുതലിനെ കുറിച്ച് ആര് ചിന്തിക്കുന്നത്, അവരുടെ സാമ്രാജ്യത്തിലെ രാജാവാണ് യേശു. നിങ്ങൾക്കറിയാമോ, നെപ്പോളിയനും സീസറും അലക്സാണ്ടറും സ്ഥാപിച്ച രാജ്യങ്ങൾ അസ്തമിച്ചു പോയി. അവരൊക്കെ വാളുകൊണ്ട് ഈ ലോകത്തെ കീഴ്പ്പെടുത്താൻ വന്നവരാണ്. അവർക്ക് ശേഷം വന്ന, യേശുവിന് ശേഷം വന്ന എത്രയോ പ്രത്യയശാസ്ത്രങ്ങൾ, എത്രയോ ഇസങ്ങൾ, എത്രയോ മതങ്ങൾ എല്ലാം കാലയവധികൾക്കുള്ളിൽ മറിഞ്ഞപ്പോൾ ഈ 2024 വർഷമായിട്ടും എന്തുകൊണ്ടാണ് യേശുവിന്റെ പ്രബോധനങ്ങളും യേശുവിന്റെ ആശയങ്ങളും ഇന്നും ആയിരങ്ങളും പതിനായിരങ്ങളും നെഞ്ചിലേറ്റുന്നത്? യേശു ക്ഷമയുടെ സാമ്രാജ്യത്തിന്റെ രാജാവാണ്. സ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലെ രാജാവാണ് യേശു. പരസ്നേഹത്തിന്റെ സാമ്രാജ്യത്തിലെ ഉടയവനാണ് യേശു. അവൻ മാത്രമാണ്, അവൻ സ്ഥാപിച്ചത് സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ്, ക്ഷമയുടെ സാമ്രാജ്യമാണ്. അവൻ സ്ഥാപിച്ചത് വെറുപ്പിന്റെ സാമ്രാജ്യമല്ല, വിദ്വേഷത്തിന്റെ സാമ്രാജ്യമല്ല യേശു സ്ഥാപിച്ചത്. അവൻ പറഞ്ഞു, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നിങ്ങളുടെ വലതുകരണം തടിക്കുന്നവന് ഇടതുകരണം കാണിച്ചു കൊടുക്കണം. നിന്നെ ദ്രോഹിക്കുന്നവന് നിന്റെ ഉടുപ്പ് ചോദിക്കുന്നവന് നിന്റെ മേലങ്കി ചോദിക്കുന്നതിന് ഉടുപ്പ് കൂടി കൊടുക്കണം. 1 മൈൽ നടക്കാൻ നിന്നോട് പറയുന്നോട് 2 മൈൽ നിങ്ങൾ നടക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇങ്ങനെ യേശുവിന്റെ പ്രബോധനങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ ചിന്താധാരകളിലേക്ക് യേശു കടന്നു വരും. യേശു സ്പർശിക്കുന്നത് നമ്മുടെ ചിന്താമണ്ഡലത്തെയാണ്, നമ്മുടെ ആത്മീയ മണ്ഡലത്തെയാണ് യേശുവിന്റെ പ്രബോധനങ്ങൾ സ്വാധീനിക്കുന്നത്. ഞങ്ങളുടെ ശുശ്രൂഷയ്ക്കൂടെ വിരാമം ഇടുമ്പോൾ ഈ ഒരു സായാഹ്നം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ആരാണ് യേശു? എന്താണ് യേശുവിന്റെ പ്രബോധനം? സ്നേഹമുള്ളവരെ, അത് പഠിക്കണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ
വളരെയേറെ ദിവസങ്ങളും മാസങ്ങളും നമ്മൾ പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സമയം ഞങ്ങൾ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നത് ഈ സുവിശേഷ ഗ്രന്ഥമാണ്. യേശുവിനെ കുറിച്ച് പഠിക്കുവാൻ, യേശുവിന്റെ പ്രബോധനങ്ങളെ കുറിച്ച് പഠിക്കുവാൻ, യേശുവിലൂടെ വെളിപ്പെട്ട ദൈവിക സത്യങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയാണ് യേശുവിന്റെ ജീവിതത്തിന്റെ മുഴുവൻ കാര്യങ്ങളും പ്രബോധനങ്ങളും പ്രത്യയ ശാസ്ത്രങ്ങളും നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. ഈ പുസ്തകത്തെ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ? ഈ പുസ്തകം നിങ്ങൾ പരിചയപ്പെടണം. ആരെല്ലാം ഈ പുസ്തകം കയ്യിലെടുത്തോ അവരുടെ ജീവിതങ്ങളെ ഈ പുസ്തകം കയ്യിലെടുക്കും. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പേർ വായിച്ച പുസ്തകം വിശുദ്ധ ബൈബിളാണ്. ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം ഞങ്ങളുടെ കൈവശം ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളാണ്. അനേകം പണ്ഡിതന്മാർ പരിശോധിച്ച പുസ്തകം വിശുദ്ധ ബൈബിളാണ്. അനേകം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ട പുസ്തകം. നിങ്ങൾക്കറിയാമോ, കേരളത്തില് മലയാളത്തിലേക്ക് ഈ പുസ്തകം തർജ്ജമ ചെയ്തത് ബെഞ്ചമിൻ ബെയ്ലി എന്ന ജർമ്മൻ മിഷണറിയാണ്. അദ്ദേഹം അതിനായി സഹായം തേടിയത് ഹൈന്ദവ സഹോദരനായ ചന്തുമേനോനാണ്. അദ്ദേഹത്തിന് അന്ന് സംസ്കൃത ഭാഷയിലും ഹിന്ദി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അഗാധമായ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഈ സുവിശേഷം അദ്ദേഹം മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ സുവിശേഷങ്ങളെ പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് നിഴൽ പോലെ കടന്നു വന്നു. മലയാള ഭാഷയിലേക്ക് ഈ പുസ്തകം പുറത്തിറങ്ങിയപ്പോൾ ചന്തുമൻ അദ്ദേഹത്തിന്റെ കുടുംബവും വിശ്വാസം സ്വീകരിച്ച് യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറഞ്ഞു. സ്നേഹിതരെ, ഈ പുസ്തകം നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കും. ഈ പുസ്തകത്തിന് അത്ഭുത സവിശേഷ ശക്തിയുണ്ട്. ഇതിലെ വചനങ്ങൾ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളാണ്. ആകാശവും ഭൂമിയും കടന്നുപോയാലും എന്റെ വചനങ്ങൾ മാറില്ല എന്ന് പറഞ്ഞ യേശുവിന്റെ വചനങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകം നമ്മളെ നയിക്കുന്നത് മാനസാന്തരത്തിലേക്കാണ്. ഈ പുസ്തകം നമ്മളെ നയിക്കുന്നത് ആത്മാവിന്റെ പുതിയ തലങ്ങളിലേക്കാണ്. ഈ പുസ്തകം നിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ ഇടവരുത്തും. ഇതിന്റെ തലയൊരിക്കലും താഴ്ന്നു പോവില്ല. ഈ പുസ്തകം നീ വായിക്കണം, നിങ്ങൾ വായിക്കണം. ഈ പുസ്തകം നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമാക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഏതാനും കോപ്പികൾ ഞങ്ങളുടെ കൈവശമുണ്ട്. ബൈബിൾ ആവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഞങ്ങളുടെ അടുക്കൽ വന്ന് സ്നേഹത്തോടെ ഇത് സ്വീകരിക്കാവുന്നതാണ് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ശുശ്രൂഷ സമാപന ഭാഗം നിങ്ങൾ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന്, സഹിഷ്ണുതയ്ക്ക്, താല്പര്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദേശത്ത് സായാഹ്നത്തിൽ വരുവാനും നിങ്ങളോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും അവന്റെ സുവിശേഷം പറയുവാനും ദൈവം ഇടവരുത്തിയതിനെ ഓർത്ത് ഞങ്ങൾക്ക് സമയം തന്നതിന്, ആരോഗ്യം തന്നതിന്, ഈ ദേശത്തെ വെളിപ്പെടുത്തുന്നതിന് നന്ദി പറയുകയാണ്. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ ചേർത്ത് വെച്ചെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ യേശുവേ, സ്നേഹമുള്ളവരെ, ഞങ്ങളെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഒരു നിമിഷം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ നിന്ന് കണ്ണുകളൊക്കെ ഒന്ന് അടച്ച് ഒരു നിമിഷം ഒന്ന് മനസ്സൊന്ന് ഏകാഗ്രമാക്കി നിങ്ങളുടെ ഹൃദയവും ചിന്തയും ഭാവനയും ഈ ശബ്ദപരിധിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഓ കർത്താവായ യേശുവേ, ഇന്നും ജീവിക്കുന്ന ദൈവമേ, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും എന്നരുളി ചെയ്തവനെ, എന്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവനെ ഞാൻ വന്നിരിക്കുന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനും ആണെന്ന് അരുളി ചെയ്തവനെ, നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നരുളിയ യേശുവേ, എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എന്തും ഞങ്ങൾക്ക് തരും എന്ന് വാഗ്ദാനം ചെയ്ത യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദേശത്തുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും അങ്ങേക്ക് സമർപ്പിച്ച് ഹൃദയത്തോടെ
ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വത്സല ശിഷ്യൻ അങ്ങയുടെ വചനം പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും അങ്ങയുടെ ആത്മാവ് നിറഞ്ഞതുപോലെ ഈ സമയം ഈ ചുഴലി ദേശത്ത് ഞങ്ങളെ കേട്ട സകല ജീവിതങ്ങളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എല്ലാ വ്യാപാരി സുഹൃത്തുക്കളെയും ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർഷക സുഹൃത്തുക്കളെയും സമർപ്പിക്കുന്നു. എല്ലാ വാഹനങ്ങൾ നിയന്ത്രിക്കുന്നവരെയും സമർപ്പിക്കുന്നു. കടബാധിതയിൽപ്പെട്ടവരെ സമർപ്പിക്കുന്നു. രോഗപീഠകൾ അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സമർപ്പിക്കുന്നു. എല്ലാ മതവിഭാഗങ്ങളെയും സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ദാരിദ്ര്യ ദുഃഖങ്ങൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. കടബാധിതകൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. രോഗപീഠകൾ യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. എല്ലാ അന്ധകാര ശക്തികളും യേശു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഈ ദേശം യേശുവിന്റേതായി മാറട്ടെ. ഈ ദേശം യേശുവിനെ തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ അതാവേ ഞങ്ങൾക്ക് വേണ്ടി ലക്ഷ്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ, ആമേൻ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ദൈവത്തിന് സ്തുതി. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.